നമ്മളെല്ലാവരെയും കുളിപ്പിച്ചൊരുക്കി സുന്ദരിയാക്കിയിട്ടുണ്ട്. സുന്ദരിയാക്കിയിട്ട് നമ്മൾ പൊട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇവിടെ എല്ലാവരും വരുന്നുണ്ട് എൻ്റെ അടുത്ത് പൊട്ട് വയ്ക്കാൻ വേണ്ടി. ആദ്യം നമ്മൾ ചിങ്കമ്മയ്ക്ക് ഒരു പൊട്ട് വെച്ച് പൊട്ട് പിന്നെ വേണ്ടെന്ന് പൊട്ടതേ നെറ്റി വെക്കുന്ന പൊട്ട് സുന്ദരി പൊട്ട്. ഞാനായി ചിങ്കുന നെറ്റിയിലൊന്നും പൊട്ട് വെച്ചാൽ ഇരിക്കത്തില്ല. ഇത് നന്നായിട്ട് വെച്ചുതരാം. നല്ല സുഖമുണ്ടെന്ന് പൊട്ട് അങ്ങനെ വെച്ചിട്ട് നെറ്റി തടവി നോക്കി കാണിച്ചു കൊടുക്കുക. സുന്ദരിയാന്ന് ചോദിക്കും കുഞ്ഞ്. ചിങ്കമ്മ സുന്ദരിയാന്ന് ചോദിച്ചേ. സുന്ദരി ആയോ ചിങ്കമ്മ? ഒരു സുന്ദരി ആയോന്ന് ചോദിച്ചേ. സുന്ദരി ചിങ്കമ്മ അങ്ങനെ സുന്ദരി ആയിരിക്കുകയാണ്. പൊട്ട് തൊട്ട് അടുത്ത് നമുക്ക് ലൂണിക്ക് പൊട്ട് തൊടാം. കുഞ്ഞിന് പൊട്ട് തൊടാൻ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. ചിങ്കമ്മ മാത്രമേ ഉള്ളൂ പാവം. പൊട്ടാണേലും കുളിക്കുന്നതാണേലും എല്ലാം ഇഷ്ടം ചിങ്കുവിന് മാത്രമേ ഉള്ളൂ. കുഞ്ഞൊരു സുന്ദരി ആയതുകൊണ്ടായിരിക്കും കുഞ്ഞിനെല്ലാം ഇഷ്ടം. ഇച്ചിരി കാണാനാണേലും ഭംഗിയുണ്ടല്ലോ കുഞ്ഞിനെ കാണാൻ. ആസ്വദിക്കുന്ന നോക്കി ഞാൻ പറയുന്നിരുന്നു. ചിങ്കമ്മ കുഞ്ഞു സുന്ദരിയല്ലേ? അത് തറങ്ങില്ല പൊട്ടോടാനെ. ഇവർ രണ്ടൊരു നേരെ നോക്കി വാങ്ങുക. മിണ്ടല്ലേ. ഇവിടെ പൊട്ട് തൊടാൻ നമ്മൾ വഴക്കിടണ്ട വേറെ ആരും ഉണ്ടല്ലോ. കുഞ്ഞിന് പൊട്ട് നെറ്റിയുടെ അങ്ങോട്ട് വായുടെ ഇങ്ങോട്ട് ഒന്നും കൊണ്ടുചെല്ലുന്ന കുഞ്ഞിന് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ വിചാരം ഞാൻ മരുന്ന് കൊടുക്കാനാണ്. കുഞ്ഞിന് ഏറ്റവും കൂടുതൽ കണ്ണിൽ കണ്ടുകൂടാത്ത സാധനം എന്ന് വെച്ചാൽ വിരമരുന്ന് കൊടുക്കുന്നതാണ്. കുഞ്ഞ് ഞാൻ ഇങ്ങനെ വിരമരുന്ന് കൊടുക്കാൻ എടുക്കുമ്പോൾ തന്നെ കുഞ്ഞിനത് മനസ്സിലായി. എൻ്റെ മണം പിടിച്ചിട്ടാണെന്ന് തോന്നി എടുത്ത് വെച്ച് ഓടിയത്. അങ്ങനെ സുന്ദരിക്കൊരു പൊട്ട് കൊടുക്കും. അയ്യോ ഞാൻ ശശിയായി. ഇത് ആരാ ഈ പൊട്ടൊക്കെ തൊട്ട് ചുവന്ന പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായി. കുഞ്ഞനാണ് സുന്ദരി അല്ലേ? കുഞ്ഞിപ്പോ സുന്ദരി. ഒരു ഉമ്മ പഞ്ചാരുമ്മ ചക്കടുമ്മ പൊട്ട് വെച്ചേരാനെ. ചക്കടുമ്മ കുഞ്ഞു സുന്ദരി ആയില്ലെന്ന് ചോദിച്ചേ. സുന്ദരി ആയോന്ന് ചോദിക്കേ. കുഞ്ഞപ്പന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. കുഞ്ഞ് സുന്ദരിയായി. കുഞ്ഞിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഒരു ഉമ്മടാന്ന് വിളിക്കും. ഒരു ഉമ്മട ചക്കടുമ്മ പഞ്ചാടുമ്മ. കുഞ്ഞ് സുന്ദരി. എല്ലാവരെയും ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി. സൈറേനെ ഇന്ന് കുളിപ്പിച്ചില്ല. സൈറയെ കുളിപ്പിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ സൈറെ കുളിപ്പിച്ചായിരുന്നു. അതാണ് ഞാൻ വിചാരിച്ചു ഇന്ന് കുളിപ്പിക്കണ്ട. നമ്മളിപ്പോൾ ചൂടായത് കാരണം നമ്മളിപ്പോൾ ആഴ്ചയിലൊക്കെ 2 വട്ടമൊക്കെ കുളിപ്പിക്കാൻ നോക്കും. അപ്പോൾ സൈറേനെ കുളിപ്പിച്ച് 2-3 ദിവസം എല്ലാം ആയുള്ളൂ. ചൂടായത് കാരണം നമ്മൾ ഇടയ്ക്ക് 2-3 ആഴ്ചയിലൊക്കെ കുളിപ്പിക്കുന്നതല്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കുളിപ്പിക്കത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരാഴ്ച 1-1.5 ആഴ്ച കൂടുമ്പോഴായിരുന്നു കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ കുഞ്ഞല്ലേ, എപ്പോഴും കുളിപ്പിച്ചാലെന്ന് വെച്ചാൽ കുളിപ്പിക്കത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ 2 വട്ടമൊക്കെ കുളിപ്പിക്കുന്നുണ്ട് ആഴ്ചയിൽ. കുഞ്ഞ് സുന്ദരി ആയത് കാരണം പിന്നെ കുളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ഭംഗിയാണല്ലോ കുഞ്ഞിനെ കാണാൻ. ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. പിന്നെ അടുത്ത് തന്നെ നമ്മൾ സുന്ദര കുട്ടപ്പനെ എടുക്കണം. എന്നാലും എനിക്കിത് കൊടുക്കാം, പൊട്ട് കൊടുക്കാം. എന്നാ ലൂണിയെ കിട്ടി. ലൂണിയെ പോലെ ചിങ്കമ്മയല്ല. ഓരോരുത്തരെ പറഞ്ഞു വിട്ടിട്ട് വേണം, ഇല്ലെങ്കിൽ ഇവരും ഞാനായിട്ട് ഇന്ന് യുദ്ധം നടക്കും. സുന്ദര ഇനിയാണ് പൊട്ട് വെച്ചാൽ സുന്ദരനാവുന്നത്. അതെ പഞ്ചാരക്കോട് പൊട്ട് തൊട്ടൊന്ന് കാണിച്ചു കൊടുത്ത എല്ലാവരും. അവൻ എന്നെ ഇഷ്ടമല്ലല്ലോ, എനിക്ക് അവനെ ഇഷ്ടമാണല്ലോ. കാണു പൊന്നപ്പ കാണു പൊന്നപ്പ. എനിക്ക് അവനെ കാണാൻ നേരത്തെ ഞെക്കി ഇങ്ങനെ. അത് കാരണം അവൻ എന്നെ ഇഷ്ടമല്ല, ഞാൻ ഞെക്കുന്ന കാരണം. ഇവനങ്ങനെ ഒരു ലൂണി സൈലൻ്റാണ്. ലൂണി അങ്ങനെ ഇവളുമാരെ കണക്ക് ഇടിവെക്കാനോ അങ്ങനെ ഒന്നും വരത്തില്ല. അവൻ സൈലൻ്റാണ്. ലൂണി അവനെ പൊക്കാന്ന് മനസ്സിലായി. അവൻ ഇവളുമാരെ കണക്കിടി. അവൻ ഒരാണല്ല, അതിൻ്റെതായ അച്ചടക്കം അവനുണ്ട്. കുഞ്ഞു സുന്ദരനാന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത അവരോട്. സൈഡമ്മ കണക്കാണ്, സൈഡമ്മ കണക്ക് പാവമാണ്, സൈഡമ്മ കണക്ക് സൈലൻ്റാണ്,
സൈഡമ്മ കണക്ക് ആരുമായിട്ട് ഇത് വെക്കാൻ പറ്റില്ല. കാണാനാണെങ്കിലും ഒരു സുന്ദര കുട്ടാപ്പിയല്ല. ഒരു ഉമ്മ തന്നെ അച്ചൂട്ടി വരുന്നു, ചേട്ടായി വരുന്നു, കുഞ്ഞിൻ്റെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്, ചേട്ടായി വരുന്നുണ്ട്. ചേട്ടായി കുഞ്ഞിനെ ഇവിടെ ആരെയും ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല, അമ്മയുടെ കുഴപ്പമില്ല. പക്ഷേ ചേട്ടായിന്ന് വെച്ചാൽ അവന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇവിടെ കുഞ്ഞാ. എല്ലാവരും പോയി, എല്ലാവരും നാട് വിട്ട് പോയി. ഞാൻ ഒരുക്കി കൊടുത്തതോടുകൂടി എല്ലാവരും പോയി. വേറെ രോമമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കുളിപ്പിച്ചത് കൊണ്ടാണ്. സുന്ദരിയായില്ലേ കുഞ്ഞപ്പോൾ? സുന്ദരിയായില്ലേ? വന്നു കുഞ്ഞൻ വന്നു. പാവാ ഇല്ലപ്പോൾ സുന്ദരിയായില്ലേ കുഞ്ഞ്? കുഞ്ഞ് സുന്ദരിയായെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ കിടന്ന് ക്യാമറയുടെ മുന്നിൽ കിടന്ന് പറഞ്ഞു എൻ്റെ ഫോൺ നിൽക്കാൻ. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ താത്തിയിടുവാണ്. അപ്പോൾ എൻ്റെ ഫോൺ താത്തിയിടുമെന്ന് എനിക്കറിയായിരുന്നു. ഇവിടെ വല്ലച്ചാദ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. കുഞ്ഞിക്കിളി പാടം എല്ലാവരും. പിന്നെ നമുക്ക് ഇപ്പോൾ കുറേ നെഗറ്റീവ് കമൻ്റൊക്കെ വരുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ വീഡിയോ ഇത്തിരി ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. പിന്നെ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇവരെ കുറേ വട്ട് കേസുണ്ടൊക്കെ. വട്ടാണെന്ന് വട്ടില്ലാത്തവരാണല്ലോ ഇതുങ്ങളെ സ്നേഹിച്ചിട്ട് കൊണ്ട് കളയുക. എന്തായിരുന്നു അവരുടെ ഇത് കഴിയുമ്പോൾ അവർ അതിനെ ബ്രീഡിങ് അങ്ങനെയൊക്കെ കഴിയുമ്പോൾ അവർ കൊണ്ട് കളയും. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ സൈറാണേലും ആരാണേലും നമ്മുടെ വീട്ടിൽ തന്നെ അവരുള്ളിടത്തോളം കാലം നമ്മുടെ വീട്ടിൽ തന്നെ കാണും. നമ്മൾ സ്നേഹിച്ച് നമ്മുടെ ഒരു മക്കളെ കണക്ക്. പിന്നെ ഇത് നമ്മുടെ വീഡിയോ കാണാൻ കുറച്ച് ഇഷ്ടമുള്ളവരുണ്ട്, അവർ മാത്രം കണ്ടാൽ മതി. വേറെ ആരും കാണണ്ട, വേറെ കാണണ്ടാത്തത് സ്കിപ്പ് അടിച്ച് പോയിക്കോ. ഇത് നമ്മൾക്ക് വട്ടാണ്, വട്ട് കേസാണ്. ഇത് ഇങ്ങനെയും കുറേ എണ്ണങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് ഇതിൽ നിന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്. നമ്മുടെ വീഡിയോ ഇടുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അത് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണണമെന്ന് നിർബന്ധമില്ല. കാണണ്ട ഇഷ്ടമില്ലാത്തവർ. ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അവർ മാത്രം കണ്ടാൽ മതി. അല്ല കുഞ്ഞിന് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ ആരും കാണണ്ട. കുഞ്ഞിന് ഇഷ്ടമല്ലേ? കുഞ്ഞിന് ഇഷ്ടമുള്ളവരുണ്ടല്ലോ ഇവിടെ. അപ്പോൾ എല്ലാവർക്കും സക്കട ഉമ്മ കൊടുക്കണം. നമ്മൾ പോകുകയെന്ന് പറയാം. നാളെ വീഡിയോ ആയിട്ട് വരാം. പഞ്ചാട് ഉമ്മ ടാറ്റാ. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തിട്ട് വാ. ഒരു ഉമ്മ കൊടുത്തിട്ട് വാ. കൊടുക്കത്തില്ലേ? വേണ്ടേ? സൈറനെയാണെങ്കിൽ ഞാൻ കുളിപ്പിക്കുമെന്ന് പറഞ്ഞ് സൈറ പേടിച്ച് കിടക്കും, അടിയിൽ പോയി കിടക്കും. അത് കാരണം സൈറനെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ സൈറനെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഇവർ തട്ടി താഴെ ഇടും. അതാണ് സൈറനെ വന്നേ കുളിപ്പിക്കത്തില്ല, തങ്ങി കൊടുത്തിരുന്നോ? കുളിപ്പിക്കാനെന്നും പറഞ്ഞ് അവൾ ഓടിപ്പോകും. അതാണ് സൈറയുടെ ജോലി. അപ്പം ടാറ്റാ.